തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ബന്ധുക്കൾ. ഷഹനയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ. ഇന്നലെയാണ് ഷഹന തിരുവല്ലത്തെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയിൽ ഷഹനയുടെ ഭർത്തൃ വീട്ടുകാർക്കെതിരെ കുടുംബം തിരുവല്ലം പോലീസിൽ പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ? മുമ്പാണ് ഈ ഷഹന ഭർത്തൃവീട്ടിൽ നിന്നും തിരിച്ച് തിരുവല്ലത്തെ വീട്ടിലേക്ക് വന്നത്. ഭർത്തൃമാതാവിന്റെ ഉൾപ്പെടെ പീഡനം, അക്രമമൊക്കെ ഉണ്ടായി എന്ന പരാതിയായിരുന്നു ആ ഘട്ടത്തിൽ ഷഹന ഉന്നയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഭർത്തൃവീട്ടിലെ ഒരു പിറന്നാൾ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഷഹനയുടെയും കുട്ടിയെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവ് നൌഫൽ തിരുവല്ലത്തെ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ വീട്ടിലേക്ക് പോകാൻ ഈ ഷഹന വിസമ്മതിച്ചു. അതിനുശേഷം ഭർത്താവ് 1.5 വയസ്സുള്ള കുട്ടിയുമായി വീട്ടിലേക്ക് പോയി. ഈ മനപ്രയാസത്തിലാണ് ഷഹന റൂമിലേക്ക് കയറി ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും നേരത്തെ ഭർത്തൃമാതാവിന്റെ ഭാഗത്തുനിന്നും ഈ ഷഹനയ്ക്കെതിരെ അക്രമം ഉണ്ടാവുകയും മർദ്ദനം ഏൽക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന പരാതി പോലീസിൽ നൽകിയിരുന്നു. ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഷഹനയുടെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മർദ്ദനമേറ്റതിന്റെയും ഒപ്പം ഈ മർദ്ദനമേറ്റ ഉണങ്ങിയ പാടുകളും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഫോട്ടോകളാണ് ഇപ്പോൾ ബന്ധുക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ ആർഡിയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ ഷഹനയുടെ തിരുവല്ലത്തെ വീട്ടിലെത്തി എല്ലാ തരത്തിലുള്ള നിയമസഹായവും വാഗ്ദാനം ചെയ്യുകയും എന്തെങ്കിലും രീതിയിൽ ഇത്തരം മർദ്ദനം ഏൽക്കുന്ന സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്നും പറഞ്ഞിരുന്നു. നേരത്തെ പ്രണയവിവാഹമായിരുന്നു നൌഫലും ഈ ഷഹനയും തമ്മിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ കാട്ടാക്കടയിലെ വീട്ടിൽ നിരന്തരമായി ഭർത്തൃ വീട്ടുകാരുടെ പീഡനത്തിന് ഷഹന ഇരയായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയൻ, ഈ സംഭവത്തിൽ മറ്റു കാര്യങ്ങൾ പോലീസ് എന്താണ് പറയുന്നത്? ഇപ്പോൾ സൂചിപ്പിച്ചു ഈ പ്രണയവിവാഹമായിരുന്നു, അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളിലെ ആണ് ഈ മരണത്തിലേക്ക് ഇടയാക്കിയത് എന്ന്. ഈ ഒരു സാഹചര്യം നാട്ടുകാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ബന്ധുക്കളുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ടോ, പറയുന്നുണ്ടോ? പ്രിയ, ഈ ഷഹനയും നൌഫലും തമ്മിലുള്ള പ്രണയവിവാഹത്തിന് ശേഷം ഈ ഭർത്തൃമാതാവ് നൌഫലിന്റെ അമ്മ നിരന്തരമായി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഷഹനയെ മാനസികമായി തളർത്തിയിരുന്നു എന്നൊരു രീതിയിലുള്ള ആരോപണമാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. 22 വയസ്സുകാരിയാണ് ഈ ആത്മഹത്യ ചെയ്ത ഷഹന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സ്ത്രീധനത്തിന്റെ ഭാഗമായി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഈ തർക്കങ്ങളാണോ, അത് സ്ത്രീധനം നൽകണമെന്ന് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള അക്രമമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഭർത്താവിനെയും അതുപോലെ തന്നെ ഭർത്തൃ വീട്ടുകാരെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കും. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതിൽ നിന്നാണ് ഈ മർദ്ദനമേറ്റതിന്റെ പാടുകളിൽ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ പോലീസിൽ ലഭിക്കുക. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനായിരിക്കും പോലീസ് കടക്കുക. എന്തായാലും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഉള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട ബന്ധുക്കൾ. ഷഹനയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. ഇന്നലെയാണ് ഷഹന തിരുവല്ലത്തെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്.